പാറ്റ പാർട്ടിയെ കാത്തിരിക്കുന്നത് ഒരു വമ്പൻ കെണിയാണ്. സുപ്രീം കോടതി അവരോട് ഈ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അവർ കൃത്യമായി അല്ലെങ്കിൽ അവർ പെട്ടുപോകുന്ന ഒരു സാഹചര്യമാണ്. എന്താണ് സുപ്രീം കോടതി പറയുന്നത് CJPകളോട്? അത് അതിൽ ഈ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ സൂര്യകാന്ത് അദ്ദേഹം ഉം. ഒരു ഓറൽ ഒബ്സർവേഷൻ നടത്തി ഒരു കേസ് കേട്ടുകൊണ്ടിരുന്ന സമയത്ത്. അതായത് ഒരു അഭിഭാഷകൻ കേസ് ഫയൽ ചെയ്തു. അദ്ദേഹത്തെ സീനിയർ അഭിഭാഷകനായിട്ട് ഇതേവരെ ഉയർത്തിയിട്ടില്ല. അത് അദ്ദേഹത്തോട് ചെയ്യുന്ന ഒരു സ്റ്റെപ്പ് മദർലി ട്രീറ്റ്മെൻറ്റെന്നോ ഡിസ്ക്രിമിനേഷനോ വിവേചനമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം കേസ് കൊടുത്തു. ഈ കേസ് അദ്ദേഹത്തിൻ്റെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ പരിഗണനയ്ക്ക് വന്നപ്പോഴാണ് അദ്ദേഹം വാക്കാൽ ഈ നിരീക്ഷണം നടത്തിയത്. അതായത് നിങ്ങൾ ഈ ഒരുമാതിരി പാറ്റകളെ പോലെ പെരുമാറരുത്. ഇപ്പം നിങ്ങൾക്ക് എത്രയോ ജോലി വേറെയുണ്ട് ഒരു അഭിഭാഷകൻ എന്നുള്ള രീതിയിൽ. നിങ്ങൾ സീനിയർ അഭിഭാഷകനാവുക, അതല്ലെങ്കിൽ ജഡ്ജാവുക, ഇതൊക്കെ വരാൻ പോകുന്ന കാലത്തുള്ള കാര്യങ്ങളാണ്. അതൊക്കെ തീരുമാനിക്കേണ്ടത് സുപ്രീം കോടതിയോ ബന്ധപ്പെട്ട വകുപ്പുകളാണ്. ഇപ്പം നിങ്ങൾക്ക് സുപ്രീം കോടതിയിൽ സീനിയർ അഭിഭാഷകനായിട്ട് പ്രൊമോഷൻ കിട്ടിയില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ പരാതി പറയേണ്ടത് തെറ്റാണ്. അത് ശരിയല്ല. അതൊരുമാതിരി പാറ്റകളുടെ സ്വഭാവമാണത്. ഒരു പണിയില്ലാത്ത ആൾക്കാർ ചെയ്യുന്ന കുറേ പണിയുണ്ട്. അവർ സ്വയം ഒരു വൺ മാൻ മീഡിയയായിട്ട് മാറും. അന്നേരം എല്ലാവരെയും കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുക. അത് നിങ്ങൾക്ക് യോജിച്ച പണിയല്ല, ഇത് ഭൂഷണമല്ല നിങ്ങൾക്കെന്നാണ് അദ്ദേഹം വാക്കാൽ പറഞ്ഞത്. നമ്മൾ പറയാറില്ല ഇപ്പോൾ ആതിര എന്തെങ്കിലും തെറ്റിയത്, എൻ്റെ ആതിര എന്തായി കാട്ടിക്കൂട്ടണത്, ഒരുമാതിരി പാറ്റകളുടെ പോലെ അല്ല ഒരുമാതിരി കുരങ്ങുകളുടെ പോലെ പെരുമാറ്. അതുകൊണ്ട് ആതിര പാറ്റയോ അതല്ലെങ്കിൽ കുരങ്ങോ ആവുമോ? അതെടുത്ത് പറഞ്ഞുകൊണ്ട് നടക്കാൻ തക്ക ഇതുണ്ടോ? ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഇവർ കോക്രോച്ച് ജനതാ പാർട്ടി ഉണ്ടാക്കിയത്. അവർ ഈ പാർട്ടി രൂപീകരിച്ച അന്ന് തൊട്ട് അവർ പറഞ്ഞുകൊണ്ട് നടക്കുന്ന സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ വാക്കാലുള്ള ഒബ്സർവേഷനെ ബേസ് ചെയ്തിട്ടാണ് യുവാക്കളെ മുഴുവൻ പാറ്റകളെന്ന് വിളിച്ചു, യുവാക്കളെ മുഴുവൻ കുരങ്ങുകളെന്ന് വിളിച്ചു, യുവാക്കളെ മുഴുവൻ തൊഴിലിൽ അനാർക്കിസ്റ്റുകളെന്നൊക്കെ വിളിച്ചു എന്നും പറഞ്ഞിട്ടാണ് ഇവർ നടക്കണേ. കോടതിയിൽ ചില നിയമങ്ങളുണ്ട്. അതിലിപ്പോൾ ഒന്ന് ഇന്നത്തെ പത്രത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ഓറൽ ഒബ്സർവേഷൻസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ കോർട്സ് cannot be transformed into commercially exploited digital content or for a viral political spectacle. പെറ്റീഷണർ കം അഡ്വക്കേറ്റ് രാജാ ചൗധരി എന്ന് പറയുന്ന പെറ്റീഷണറാണ് എഴുതിയിരിക്കുന്നത്. അപ്പം അത് വാക്കുകൾ കൊണ്ട് കസർത്ത് കാണിക്കുകയാണ്. അപ്പം നമ്മൾ പലപ്പോഴും പറയും, ഈ നമ്മളൊരാളുടെ വായിൽ നിന്ന് വീഴുന്ന ഒരു സെൻറ്റൻസും പിന്നെ വേറെ എപ്പോഴെങ്കിലും പറയുന്ന വേറൊരു സെൻറ്റൻസും കൂട്ടി യോജിച്ചൊരു വിവാദം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഇത് പതിവാണ്. അപ്പോൾ ഇങ്ങനൊരു ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്നത് തന്നെ ഒരു അവലക്ഷണം കെട്ട പേരാണ്. ആം ആദ്മി പാർട്ടി കണ്ടിട്ടില്ല, അവരുടെ എംബ്ലം ചൂലാണ്. ചൂല് അവലക്ഷണം കെട്ട സാധനമാണ്, നമുക്കൊരിക്കലും കാണാൻ കൊള്ളില്ല. അപ്പോൾ വിശ്വാസമുള്ളവരാരും ഈ ചൂലിനെ ശകുനം കാണുക എന്ന് പറയുന്നത് ഭയങ്കര മോശമായിട്ടാണ് കണക്കാക്കണം. ഞങ്ങളുടെ സിസ്റ്റത്തിൽ ഞാൻ എങ്ങനെയാണ് ഞാൻ കണ്ട് ശീലിച്ചേക്കണം. ഇത് എവിടെ പോയാലും ആൾക്കാർ പറയും ഈ ചൂല് വൃത്തിയാക്കാൻ ഉള്ള സാധനമാണ്, വീട്ടിലെ ചെളിയൊക്കെ അടിച്ചു വരാനുള്ള ഒരു നല്ല ഓസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു കാര്യത്തിന് പോകുമ്പോൾ ചൂല് കാണരുതെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും വിളിക്കുമ്പോൾ ചൂലെന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവർ നമ്മളെ അപ്പം അടിക്കും, ഇല്ലേ? അപ്പോൾ അത് ചെയ്യാൻ പാടില്ല അങ്ങനെയൊന്നും. അപ്പോൾ ഇത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് വാക്കാൽ നടത്തിയ ഒരു ഒബ്സർവേഷൻ മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്ത് വളച്ചൊടിച്ച് ഡിസ്റ്റോർട്ട് ചെയ്ത് എന്നാൽ നമ്മുടെ സാമൂഹ്യ വിദഗ്ധരും സോഷ്യൽ ആക്ടിവിസ്റ്റുകളും പിന്നെ മീഡിയക്കാരും എല്ലാം ഒന്നാന്തരം ആൾക്കാരാണ്. ആ ഒരു കാര്യത്തിൽ അവരെ വെല്ലം വേറെ ആരുമില്ല. പറയാത്തത് പറഞ്ഞു എന്നും പറഞ്ഞത് പറഞ്ഞിട്ടില്ല എന്ന് വരുത്തി തീർക്കാനും അവർക്ക് നല്ല കഴിവാണ്. അവർക്ക് ഹിഡൻ അജണ്ട ഉണ്ട് അവർക്ക്, അതിൻ്റെ ഫലത്താണ്. അപ്പോൾ ഇദ്ദേഹം തൊട്ട് മുമ്പ് നമ്മുടെ പിപ്പാവ് പോർട്ട് വികസനത്തിൻ്റെ കാര്യത്തിൽ ഒരു കേസ് വന്നപ്പോൾ ഗുജറാത്തിലെ പിപ്പാവ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പോർട്ട് പണിന് കേസ് വന്നപ്പോൾ പരിസ്ഥിതിവാദികളോട് അദ്ദേഹം ചോദിച്ചു, അല്ല നിങ്ങൾ ഒരു കാര്യം പറയാം, ഏതെങ്കിലും ഒരു പദ്ധതിയെ നിങ്ങൾ സ്വാഗതം ചെയ്തിട്ടുണ്ടോ?
ഉം. ഒന്നുമില്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ ആമ മുട്ടയിടാൻ ഉള്ള സ്ഥലം നഷ്ടപ്പെടും എന്നും പറഞ്ഞിട്ടൊക്കെയാണ് ഈ പിപ്പാവ പോർട്ടിന് എതിരായിട്ട് ഇവർ കേസ് കൊടുത്തതാണ്. ഈ നാട്ടിൽ പോർട്ടോ അതല്ലെങ്കിൽ അതുപോലുള്ള ഇൻഫ്രാസ്ട്രക്ചറോ ഇല്ലാതെ ഈ നാട് എങ്ങനെ വികസിക്കും എന്ന് ചോദിച്ചാൽ അവർക്ക് ഉത്തരവില്ല. ആ കേസ് തള്ളി. അപ്പോൾ അതിന് തൊട്ട് 3-4 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ ഇത് വരുന്നത്. അപ്പം നോക്കിയിരിക്കുകയായിരുന്നു, അവർ അവസരത്തിന് ഉം. വേണ്ടി നോക്കിയിരിക്കുകയായിരുന്നു, കിട്ടിയതാണ്. പിന്നെ മീഡിയ അല്ലേ പെരുപ്പിച്ച് അങ്ങ് എഴുതി CJP എന്ന് പറഞ്ഞാൽ ഒരു വലിയ പ്രസ്ഥാനമായിട്ട് മാറി. ഇപ്പോൾ CJP എന്ന് പറഞ്ഞാൽ കള്ളന്മാരാന്ന് മനസ്സിലായി. ജാർഖണ്ഡിൽ എവിടെ CJP? അതെ. അല്ല, ജാർഖണ്ഡിലെ CJP പറയുന്നത് ഞങ്ങൾ അത് ആ ഒരു പ്രൊട്ടസ്റ്റിനെ ഹൈജാക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അവിടുത്തെ വിദ്യാർത്ഥികൾ തന്നെ പ്രൊട്ടസ്റ്റ് നയിച്ചോട്ടെ. അല്ല, ഇവർ മറ്റേ വെടിമരുന്നിന് തീ കൊടുത്ത് വിട്ടേക്കുകയല്ലേ ഇവർ. പിള്ളേരുടെയൊക്കെ വിചാരം, യുവാക്കളുടെ വിചാരം, അവർ കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്ത് പുറത്തിറങ്ങിയ ഉടനെ ഗവൺമെൻറ് അവർക്ക് ജോലി കൊടുത്തോളണമെന്നാണ്. അങ്ങനെ ഒരു നിയമമില്ല. നമ്മൾ സ്വന്തം പരിശ്രമത്തിലൂടെ നമ്മൾ ജോലി കണ്ടെത്തണം. അതിന് കഴിവില്ലെങ്കിൽ പിന്നെ ഡിഗ്രി ബിരുദധാരിയാണെന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ലല്ലോ. നമ്മളത് അങ്ങനെയൊക്കെ ഒരു കാര്യം മനസ്സിലാക്കാനുണ്ട്. ഒരാൾ കോളേജിൽ ചേർന്ന് ഡിഗ്രി എടുക്കുകയാണെങ്കിൽ അയാൾക്ക് ജോലി കൊടുത്തോളാമെന്ന് ഗവൺമെൻറ് ഒരിടത്തും കോൺട്രാക്റ്റ് എഴുതി ഒപ്പിട്ട് കൊടുത്തിട്ടില്ല. എംപ്ലോയബിലിറ്റി, ഒരാൾക്ക് ജോലി കൊടുക്കാനായിട്ട് അയാൾക്ക് ജോലി ചെയ്യാം എന്നുള്ള ഒരു കഴിവിനെയാണ് എംപ്ലോയബിലിറ്റി എന്ന് പറയുന്നത്. ഒരു പ്രത്യേക ജോലി അയാളെ ഏൽപ്പിച്ചാൽ അയാളത് ഭംഗിയായി നിർവഹിക്കുമെന്ന് എംപ്ലോയർക്ക് തോന്നണം. അല്ലാതെ അയാളെ ജോലിക്ക് എടുത്തിട്ട് കാര്യമുണ്ടോ? ഇപ്പം എന്നെ ഒരു പ്രസ്ഥാനത്തിൽ ജോലിക്ക് എടുക്കണം, ഞാൻ ജോലി ചെയ്യാൻ മോശമാണെങ്കിൽ സുനിലോ അല്ലെങ്കിൽ പ്രിയനോ പറയും നാളെ തൊട്ട് വരണ്ട കേട്ടോ എന്ന് പറയും. ശരി എന്ന് പറഞ്ഞപ്പോൾ അതാണ് മാന്യത. അതല്ലാതെ ഈ പിള്ളേരെ വേണ്ടാത്തതൊക്കെ പറഞ്ഞ് ഈ യുവാക്കളും യുവജനങ്ങളും കോളേജിൽ പഠിക്കുന്ന കുട്ടികളുടെയൊക്കെ വിചാരം ഇത് കഴിഞ്ഞാൽ ഉടനെ BA അല്ലെങ്കിൽ BSc അല്ലെങ്കിൽ BTech കിട്ടിയ ഉടനെ ജോലി കിട്ടുന്ന. പല ട്രേഡ് ബോഡീസും വിദഗ്ധ സമിതികളും നടത്തി ഗവേഷണത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യയിൽ നിന്ന് ഡിഗ്രി പാസ്സാവുന്ന അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദം നേടുന്ന പലരിലും അവർക്ക് എംപ്ലോയബിലിറ്റി ക്വാളിറ്റി ഇല്ല, അവർക്കൊന്നും തീരെ മോശമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ക്വാളിറ്റി ഇല്ലായ്മയ്ക്ക് നമ്മുടെ സിസ്റ്റവും ഒരു കാര്യമായിട്ട് വരുന്നില്ലേ? നമ്മുടെ 1947 തൊട്ട് നമ്മൾ ഫോളോ ചെയ്തു വരുന്നൊരു പാറ്റേൺ ഉണ്ട്, മനസ്സിലായില്ലേ? നല്ല ജോലിക്കൊന്നും യുവാക്കൾ എന്താ പറയണേ, യോഗ്യരാവരുത് എന്നാണ് അന്നത്തെ പ്രധാനമന്ത്രിമാർ, അതായത് എണ്ണി പറഞ്ഞ പ്രധാനമായിട്ട് ഇന്ദിരാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും രാജീവ് ഗാന്ധിയും മൻമോഹൻ സിംഗും വിചാരിച്ചിരുന്നു. അവർക്കിപ്പോൾ അവരുടെയൊക്കെ ഈ കുടുംബ മേധാവിത്വം നഷ്ടപ്പെടരുത് എന്നാണ് അവരുടെ ആഗ്രഹം. ഇപ്പം നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒഴിഞ്ഞു കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ മണിപ്പാൽ ഗ്രൂപ്പിൻ്റെ ഒരു ചെയർമാനുണ്ട്, മോഹൻദാസ് ആർപൈ എന്ന് പറഞ്ഞിട്ട്, പ്രമുഖ മാനേജ്മെൻറ്റ് വിദഗ്ധനാണ്. അതല്ലെങ്കിൽ പിന്നെ ഈ നന്ദൻ നീലക്കനി എന്ന് പറഞ്ഞ ആൾ, ഇവരൊക്കെ നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇപ്പോൾ രത്തൻ ടാറ്റ, അതല്ലെങ്കിൽ രത്തൻ ടാറ്റയുടെ ഇപ്പോഴത്തെ കമ്പനിയുടെ ചെയർമാൻ ചന്ദ്രശേഖർ, ചന്ദ്രശേഖർ ടാറ്റ ഗ്രൂപ്പിൻ്റെ ചെയർമാനാണ്. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ വർഷത്തെ ശമ്പളത്തിൻ്റെ ഇത് കേട്ടില്ലേ, 126 കോടി രൂപയാണ് അദ്ദേഹത്തിൻ്റെ ഒരു വർഷത്തെ ശമ്പളം, വിത്ത് ബോണസ് ആൻഡ് എവറിത്തിങ്. അപ്പോൾ അങ്ങനെ എത്രയോ ചന്ദ്രശേഖരന്മാർ നമുക്ക് ആവശ്യമുണ്ട്. അവർ ഇല്ലാതിരിക്കാനായിട്ടാണ് കോൺഗ്രസ് ഗവൺമെൻറ്റും അന്നത്തെ പ്രധാനമന്ത്രിമാർ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ രാജ്യത്ത് പുരോഗതി ഒന്നും ഉണ്ടാവാതിരുന്നത്. നമ്മൾക്ക് ഒരു മൈൻഡ് സെറ്റ് ഉണ്ട്, നമ്മുടെ ഒരു മെൻ്റൽ ബ്ലോക്ക് ഉണ്ട്. ഡിഗ്രി പാസ്സാകുമ്പോൾ നമുക്ക് ഇന്ന ജോലിയെല്ലാം ചെയ്യാൻ പറ്റണം. ഒരു ഡ്രാഫ്റ്റ് എഴുത്ത്, നമ്മുടെ ഓഫീസിൽ ബന്ധപ്പെട്ട കാര്യങ്ങളുമായിട്ട് ഒരു ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ അത് തെറ്റുകൂടാതെ ഡ്രാഫ്റ്റ് ചെയ്യാനായിട്ട് അറിഞ്ഞിരിക്കണം നമുക്കൊരു ലെറ്റർ. അതുപോലും കഴിവില്ലാത്തവരാണ് നമ്മുടെ ബിരുദധാരികളെന്ന് ഓർക്കണം. ബിരുദധാരികൾ മാത്രമല്ല, ബിരുദാനന്തര ബിരുദധാരികളും. അപ്പോൾ അത് സിസ്റ്റത്തിൻ്റെ തകരാറാണ്, നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. നമ്മൾ എങ്ങനെയെങ്കിലും പഠിപ്പിച്ച് പരീക്ഷയ്ക്ക് പാസ്സാക്കി ഉന്തിത്തള്ളി പരീക്ഷയിൽ നിന്ന് പാസ്സാക്കി വിടുക എന്ന് മാത്രമേ നമ്മുടെ അധ്യാപകർക്കും അതുപോലെ തന്നെ
യൂണിവേഴ്സിറ്റി അധികൃതർക്കും താല്പര്യമുള്ളൂ. ഇയാൾ സ്കിൽഡ് ലേബർ ആണോ അല്ലെ സ്കിൽഡ് ആണോ, വൈദഗ്ധ്യം നേടിയിട്ടുണ്ടോ എന്നുള്ളത് അവരുടെ പ്രശ്നമല്ല. അപ്പം അതിൻ്റെയൊക്കെ ഒരു ഇതാണ്. പക്ഷേ ഇതിൽ ഈ CJP എന്നുള്ള ആൾ എന്താ കോക്രോച്ച് ജനതാ പാർട്ടി അഥവാ ക്രിസ്ത്യൻ ജിഹാദി പാർട്ടി എന്നുള്ളത് രൂപപ്പെടുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ഈ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അവർ വരുന്നത് മുഴുവൻ. അത് തകർക്കാൻ വേണ്ടി അമേരിക്കയിൽ രൂപീകരിച്ച ഒരു സാധനമാണ്. എന്നിട്ട് ഇവർക്ക് അവരുടെ സോഷ്യൽ മീഡിയയിൽ എത്രയോ 25 ലക്ഷം പേര് 2 ദിവസം കൊണ്ട് രജിസ്റ്റർ ചെയ്തു എന്ന് പറയുന്നുണ്ട്. അത് മുഴുവൻ ആരാ രജിസ്റ്റർ ചെയ്തേ? അത് രജിസ്റ്റർ ചെയ്തത് മുഴുവൻ പാകിസ്ഥാനിൽ നിന്ന്, അമേരിക്കയിൽ നിന്നും, യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന്, ടർക്കിയിൽ നിന്നൊക്കെയാണ് രജിസ്റ്റർ ചെയ്തത്. ഇന്ത്യയിൽ നിന്ന് വളരെ കുറച്ച് പേരെ അതിനകത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ആ ഇതെവിടെ പോയി? ആ ഫീവർ എവിടെ പോയി? ഇപ്പോൾ ഒരു മനുഷ്യനെയും കാണാനില്ലല്ലോ. ഇവിടെ അരാജകത്വം സൃഷ്ടിക്കാനായിട്ട് എല്ലാവരും മുൻപന്തിയിൽ വരും. അല്ല, ഇതില് ഇപ്പോൾ ചോദിച്ചിട്ടുള്ളത് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ നേതൃത്വത്തിലുള്ള ബെഞ്ച് ഹർജി പരിഗണിക്കുകയും ജുഡീഷ്യൽ പരാമർശങ്ങളുടെ ദുരുപയോഗത്തെക്കുറിച്ച് പ്രതികരിക്കാൻ അധികാരികളോട് ആവശ്യപ്പെടുകയുമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ആവശ്യപ്രകാരം CBI അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണം, അത്തരത്തിലല്ലേ? അപ്പോൾ ഇവര് എത്തരത്തിലായിരിക്കും ഇതിനൊരു വിശദീകരണം കൊടുക്കുക? ഇവർക്ക് ഒന്നും പറയാനില്ല. കാരണം ഈ ഓറൽ ഒബ്സർവേഷൻ നടത്തിയതിന് 2-3 ദിവസം കഴിഞ്ഞ് ഇതൊരു വലിയ വിവാദമാക്കി കൊണ്ടുവന്നപ്പോൾ ചീഫ് ജസ്റ്റിസ് തന്നെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പുറത്തിറപ്പിക്കുന്നത് എൻ്റെ വാക്കുകൾ വളച്ചൊടിച്ചതാണെന്നും പറഞ്ഞുകൊണ്ട്. ഞാനത് ഡേ 1 ഓൺവേഡ്സ് ഞാനത് ശ്രദ്ധിച്ചത്. ഞാൻ അന്ന് എൻ്റെ പല സുഹൃത്തുക്കളോടും പറഞ്ഞു, ഇതൊരു വലിയ പ്രശ്നമാക്കൂട്ടെ വരുന്നു. CJP ആഫ്റ്റർ എന്തായിരിക്കും എഫക്റ്റ്? കാരണം വിശദീകരണം ചോദിച്ചു, കൊടുക്കാനില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കാം. ഈ പറഞ്ഞ പോലെ ഡൽഹിയിൽ കാട്ടിക്കൂട്ടിയ വിക്രയകൾക്ക് മുഴുവൻ അവരെ ഉത്തരവാദികളാക്കാൻ വേണമെങ്കിൽ വേണ്ടി വന്നാൽ അവരെ നിരോധിക്കാൻ വരെ ഗവൺമെൻറ് കോടതിക്ക് ഉത്തരവിടാം വേണമെങ്കിൽ. സാധാരണ കോടതിയിൽ ജഡ്ജിമാർ നടത്തുന്ന നിരീക്ഷണങ്ങൾ അത് വിവാദപരമായിട്ട് ഡിസ്റ്റോർട്ട് ചെയ്യാതെ, വിവാദപരമാക്കാതെ റിപ്പോർട്ട് ചെയ്യാം നമുക്ക്. പക്ഷേ ഇത് ചെയ്ത് മനഃപൂർവ്വം വിവാദമാക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. മിസ്ചീഫ് ആ ഉദ്ദേശത്തോടു കൂടി ഇത് ചെയ്തതാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിവുപോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N മലയാളം. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ എൻ നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.